എക്സാമിന് നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ. ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്, വിൻഡിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള വിൻഡുകൾ, അതിൻ്റെ നേച്ചർ, അതാണ് നമ്മൾ ഈ ലെസണിൽ കാര്യമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിത് ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, വാട്ട് ഈസ് വിൻഡ്? ഹൗ ക്യാൻ യു ഡിഫൈൻ വിൻഡ്? വിൻഡ് ഈസ് ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ മാസ് ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയണം എന്താണ് ഹൈ പ്രഷർ ഏരിയ, എന്താണ് ലോ പ്രഷർ ഏരിയ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അതറിഞ്ഞെങ്കിലേ നമുക്ക് ബാക്കി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ബ്ലഡ് പ്രഷർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതുപോലെ അറ്റ്മോസ്ഫിയറിനും പ്രഷർ ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ദാറ്റ് ഈസ് ദ വെയിറ്റ് എക്സെർട്ടഡ് ബൈ ദ എയർ മാസ്. ഇപ്പോൾ ഒരു യൂണിറ്റ് വോളിയം നമ്മൾ എയർ എടുക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് ആ എയർ മാസ് എക്സെർട്ട് ചെയ്യുന്ന വെയിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇപ്പോൾ നമ്മൾ ലെങ്ത് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കാറുണ്ട്? സ്കെയിൽ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? മീറ്റർ അതിനൊരു യൂണിറ്റ് ആയിട്ട് മീറ്റർ എന്നോ കിലോമീറ്റർ എന്നോ സെൻറ്റിമീറ്റർ എന്നോ മില്ലിമീറ്റർ എന്നോ ഒക്കെ പറയാറുണ്ട്. അതുപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് മില്ലി ബാർ. ഈ മില്ലി ബാറിനെ പോലെ തന്നെ വേറെ ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് ഹെക്ടോ പാസ്കൽ. അപ്പോൾ മില്ലി ബാർ ഓർ ഹെക്ടോ പാസ്കൽ ഈസ് ദ യൂണിറ്റ് യൂസ്ഡ് ഫോർ മെഷറിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എയർ മാസിൻ്റെ വെയിറ്റ് ആണ്. അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂണിറ്റ് യൂസ് ചെയ്യും. അതാണ് മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. അതേപോലെ തന്നെ ബാരോമീറ്റർ ആണ് നമ്മൾ സാധാരണയായിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ. 2 തരം ബാരോമീറ്ററുകളുണ്ട്, മെർക്കുറിയൽ ബാരോമീറ്റർ ആൻഡ് അനിറോയിഡ് ബാരോമീറ്റർ. നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല ഇവിടെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് വേൾഡിലെ എല്ലാ ഭാഗത്തും ഒരുപോലെ അല്ല അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഈ ഡിഫറൻസ് ഉണ്ടാവാനുള്ള കാരണം? മെയിനായിട്ട് 3 ഫാക്ടേഴ്സാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതാണ് ടെമ്പറേച്ചർ, ആൾട്ടിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ടെമ്പറേച്ചർ, ആൾട്ടിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി. Then we can see how this temperature influence atmospheric pressure. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുമ്പോൾ, അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എയർ മാസിന് എന്ത് സംഭവിക്കും? അത് എക്സ്പാൻഡ് ആവും, അവിടെ നിന്ന് മാറിപ്പോവും അല്ലേ? മൂവ് അവേ ഫ്രം ദാറ്റ് ഏരിയ. അപ്പോൾ എയർ ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ്, ഇറ്റ് എക്സ്പാൻഡ്സ് ആൻഡ് ബിക്കംസ് ലെസ് ഡെൻസ്. ഓക്കെ. ആൻഡ് ദാറ്റ് കോസസ് വാട്ട്? ലോവറിങ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ. അപ്പോൾ ഹീറ്റ് കൂടുന്നതിനനുസരിച്ച്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയും എന്നർത്ഥം. അതാണ്, അതായത് വി ക്യാൻ സേ ദാറ്റ് ദ ടെമ്പറേച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ വാട്ട്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ടെമ്പറേച്ചർ കൂടുന്നു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നു, അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇനി രണ്ടാമത്തെ ഫാക്ടറാണ് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? എയർ മാസിൻ്റെ ക്വാണ്ടിറ്റി കുറയും. എയർ മാസിൻ്റെ വെയിറ്റ് ആണല്ലോ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പഠിച്ചത്. അപ്പോൾ കൂടുതൽ എയർ മാസ് ഉണ്ടെങ്കിൽ കൂടുതൽ പ്രഷർ ഉണ്ടാവും. അപ്പോൾ എവിടെ വെയിറ്റ് എയർ മാസിൻ്റെ അളവ് കുറയുന്നോ അവിടെ നമുക്ക് ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഹൈറ്റ് ഇൻക്രീസസ്, ക്വാണ്ടിറ്റി ഓഫ് എയർ മാസ് ഡിക്രീസസ്, so the air pressure also decreases. Clear? Then third factor is humidity. Okay, humidity എന്ന് വെച്ചാൽ എന്താണ്? ഇൻവിസിബിൾ വാട്ടർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ഹ്യൂമിഡിറ്റി. അപ്പോൾ നമ്മൾ ഓക്സിജനെ പോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ പോലെ മറ്റ് ഗ്യാസസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വാട്ടർ വേപ്പറും എവിടെ കാണുന്നത്? എയറിൽ കാണുന്നത്. അപ്പോൾ എയറിൽ കൂടുതൽ വാട്ടർ വേപ്പർ വരികയാണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. എന്താ കാരണം എന്നറിയോ? ഈ വാട്ടർ മോളിക്യൂളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എയറിനേക്കാൾ ലൈറ്റാണ്, കുറവാണ്. ഓക്കെ. അപ്പോൾ വാട്ടർ വേപ്പർ ഈസ് ലൈറ്റർ ദാൻ എയർ. ദ വെയിറ്റ് ഓഫ് ദിസ് വാട്ടർ വേപ്പർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ എയർ. So automatically what will happen is the quantity of water vapor increases, atmospheric pressure decreases. അങ്ങനെ നോക്കുമ്പോൾ ടെമ്പറേച്ചറും ആൾട്ടിറ്റ്യൂഡും ഹ്യൂമിഡിറ്റിയും ഇതിൻ്റെ മൂന്നിനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആര്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് ടെമ്പറേച്ചർ കൂടുന്നു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നു. ആൾട്ടിറ്റ്യൂഡ് കൂടുന്നു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നു. ഹ്യൂമിഡിറ്റി കൂടുന്നു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നു. അത് ക്ലിയർ ആയോ ടോപ്പിക്ക്? അപ്പോൾ 3 ഫാക്ടേഴ്സ് മറക്കരുത്: ടെമ്പറേച്ചർ, ആൾട്ടിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി. ഇത് 3 എണ്ണമാണ്. ഓക്കെ. ദെൻ
നമ്മളിപ്പോൾ മനസ്സിലായി നമുക്കൊരു കാര്യം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അപ്പോൾ ഒരുപോലെ അല്ല എന്ന്. അതായത് ഹൈറ്റ് കൂടിയ സ്ഥലത്തുള്ള പ്രഷറല്ല പ്ലെയിൻ റീജിയനിലുള്ളത്, ടെമ്പറേച്ചർ കൂടുതലുള്ള ഭാഗത്തുള്ളതല്ല ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചില്ലേ. ഇനി അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, ഒരേപോലെ, അതായത് the places which experience equal atmospheric pressure, we can connect such places using an imaginary line. So the imaginary lines joining the places having same atmospheric pressure are called isobars. What are isobars? Isobars are what? Imaginary lines that joins what? Joining the places having same atmospheric pressure. Okay. ഇനി ഈ ഭാഗത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേസ്, സീ ഷോർ, ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം അറേബ്യൻ സീൻ്റെ അടുത്താണ്, ഡൽഹി ഇൻറ്റീരിയറാണ്, ഇന്ത്യയുടെ ഹാർട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ എവിടെയായിരിക്കും ഹ്യൂമിഡിറ്റി കൂടുതലുണ്ടാവുക? ഒബ്വിയസ്ലി അത് സീൻ്റെ അടുത്തുള്ള സ്ഥലത്തായിരിക്കും, തിരുവനന്തപുരത്തായിരിക്കും. അത്രയും ഹ്യൂമിഡ് കണ്ടൻറ്റ് ഒരിക്കലും എവിടെ ഉണ്ടാവില്ല? ഡൽഹിയിൽ ഉണ്ടാവില്ല. അവിടെ എയർ കുറച്ചും കൂടെ ഡ്രൈ ആയിരിക്കും, കാരണം ലാക്ക് ഓഫ് വാട്ടർ വേപ്പർ. അപ്പോൾ വാട്ടർ വേപ്പർ കണ്ടൻറ്റ് കൂടുതലുണ്ടാകുമ്പോൾ അവിടെ പ്രഷർ കുറവായിരിക്കും മറ്റു സ്ഥലത്തിനേക്കാളും, അല്ലേ? അങ്ങനെ അതേപോലെ ടെമ്പറേച്ചർ ഉണ്ട്. ഇപ്പോൾ ഇക്വേറ്റർ റീജിയനിൽ എപ്പോഴും വെർട്ടിക്കൽ റേസ് ആയിരിക്കും, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ അവിടെ പ്രഷർ കുറവായിരിക്കില്ലേ? ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഇക്വേറ്ററിലുള്ള ഒരു സ്ഥലവും അല്ലാത്ത ഒരു പ്ലേസും തന്നെ നിങ്ങളോട് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ അറിയണം. ഓക്കെ. Then, based on the pressure variation, we can divide the whole world into 7 pressure belts. എത്ര പ്രഷർ ബെൽറ്റാണ്? 7 പ്രഷർ ബെൽറ്റുകളാണ് ഉള്ളത്. ഓക്കെ. ഈ 7 പ്രഷർ ബെൽറ്റ് പഠിക്കാൻ ശരിക്കും പറഞ്ഞാൽ 4 പഠിക്കേണ്ട ആവശ്യമുള്ളൂ, ബാക്കി 3 റിപ്പീറ്റേഷനാണ്. അതായത് എർത്തിൻ്റെ സെൻറ്റർ ആകുമ്പോൾ നമുക്കറിയാം ഇക്വേറ്റർ ഡിവൈഡ് ദ എർത്ത് ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ്. മുകളിലേക്ക് 3 പ്രഷർ ബെൽറ്റ്, താഴേക്ക് അതായത് നോർത്തിലേക്ക് 3 പ്രഷർ ബെൽറ്റ്, സൗത്തിലേക്ക് 3 പ്രഷർ ബെൽറ്റ്. ഓക്കെ. അപ്പോൾ ഇക്വേറ്ററിൻ്റെ പ്രത്യേകത എന്താ? ദ പ്ലേസ് വിച്ച് റിസീവ്സ് വെർട്ടിക്കൽ റേസ് ഓഫ് ദ സൺ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻറ്റൻസ് ടെമ്പറേച്ചർ ഉള്ള സ്ഥലമാണ് ഇക്വറ്റോറിയൽ റീജിയൻ. സോ ദ പ്ലേസസ് വിച്ച് ആർ നിയർ ടു ദിസ് ഇക്വേറ്റർ ഈസ് ആൾസോ ഹാവിങ് ഹൈ ടെമ്പറേച്ചർ. നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞു, ടെമ്പറേച്ചർ ഇൻക്രീസസ്, എന്ത് സംഭവിക്കും? എയർ എക്സ്പാൻഡ് ആയാൽ എന്താ സംഭവിക്കുക? വെയിറ്റ് കുറയും. ഓക്കെ, ലെസ് വെയിറ്റ്. അപ്പോൾ അതൊരു ലോ പ്രഷർ സിസ്റ്റമായിട്ട് വരും. ഇതിനെയാണ് നമ്മൾ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്? ഇക്വേറ്ററിൻ്റെ അടുത്ത്, അതായത് 5 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ റിസീവ്സ് വാട്ട്? വെർട്ടിക്കൽ റേസ് ഓഫ് ദ സൺ. സോ ദ എയർ മാസ് ഇൻ ദാറ്റ് ഏരിയ ഗെറ്റ്സ് ഹീറ്റഡ്, expands and forming a low pressure. This is called what? Equatorial low pressure belt. Okay, then after the equatorial low pressure belt, subtropical region. Okay, there 30 degree north and 30 degree south of the equator. ആദ്യം 5 degree north and 5 degree south. രണ്ടാമത്തത് 30 degree north and 30 degree south of the equator. Okay, this region is situated either side of the equator. Okay, northern hemisphere as well as സദേൺ ഹെമസ്ഫിയർ. അപ്പോൾ ഇക്വേറ്ററിൻ്റെ നോർത്തിലും 30 ഡിഗ്രി, ഇക്വേറ്ററിൻ്റെ സൗത്തിലും 30 ഡിഗ്രി. ഈ 2 ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അപ്പോൾ 2 ഉണ്ട്. നോർത്തിലൊരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്, സൗത്തിലൊരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട് നോർത്തേൺ ഹെമസ്ഫിയർ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട് സദേൺ ഹെമസ്ഫിയർ. ഇനി എങ്ങനെയാണ് ഈ സബ് ട്രോപ്പിക്കൽ ഈ 30 ഡിഗ്രിയിൽ പ്രഷർ കൂടാനുള്ള കാരണം എന്ന് നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞു ഇക്വറ്റോറിയൽ റീജിയനുള്ള എയർ മാസ് ചൂടായി അത് മുകളിലേക്ക് ഉയർന്നു പോയിന്ന്, അല്ലേ? ഹൈറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ദ ടെമ്പറേച്ചർ ഡിക്രീസസ്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അങ്ങനെ വെൻ ദിസ് വാം എയർ മാസ് റീച്ചസ് ടു ദ ഹയർ ലെവൽ ഇറ്റ് ബിക്കം കൂൾ ആൻഡ് ഡെൻസ്. സോ ദ കൂൾഡ് എയർ മാസ് എന്ത് ചെയ്യും? എങ്ങനെയാണോ അത് അസെൻഡ് ചെയ്തത്, മുകളിലേക്ക് പോയത്, അതേപോലെ ഡിസെൻഡ് ചെയ്യും, താഴേക്ക് വരും. ഓക്കെ, അപ്പോൾ ദിസ് ഡിസെൻഡിങ് എയർ മാസ് ടുവേഴ്സ് ദ ഇക്വറ്റോറിയൽ റീജിയൻ നെവർ റീച്ചസ് ടു ദ ഇക്വേറ്റർ. ഓക്കെ, and that subsides at the subtropical region due to the rotation of the earth. അപ്പോൾ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ടാവാനുള്ള റീസൺ ടെമ്പറേച്ചർ അല്ല, പിന്നെന്താണ്? എർത്തിൻ്റെ റൊട്ടേഷനാണ്. എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം ഇക്വേറ്ററിൽ നിന്ന് പോയ എയർ മാസ് തിരിച്ചു വരുമ്പോൾ ഇക്വേറ്ററിൽ എത്താണ്ട് എവിടേക്ക് സബ്സൈഡ് ചെയ്യും?
സബ് ട്രോപ്പിക്കിലേക്ക് സബ്സൈഡ് ചെയ്യും. അങ്ങനെയാണ് 30 ഡിഗ്രിയിൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇനി മൂന്നാമത്തത്, അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിന് മുകളിൽ ആദ്യം 5 ഡിഗ്രി, പിന്നെ 30 ഡിഗ്രി, മൂന്നാമത്തത് 60 ഡിഗ്രി. 60 ഡിഗ്രി നോർത്തും 60 ഡിഗ്രി സൗത്തും. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരു സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്. സദേൺ ഹെമിസ്ഫിയർ ആൾസോ വി ഹാവ് അനദർ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ലോ പ്രഷർ ബെൽറ്റ് ഉണ്ടാവാനുള്ള കാരണം? ഇതിനും കാരണം ടെമ്പറേച്ചർ അല്ല, ഇവിടെയും എർത്തിൻ്റെ റൊട്ടേഷനാണ് ഒരു റീസൺ. ഓക്കെ, ഈ എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം അവിടെ ഉണ്ടായിരുന്ന കോൾഡ് എയർ മാസ് ത്രോൺ അവേ ഫ്രം ദാറ്റ് ഏരിയ. അവിടെ ഫാസ്റ്റായിട്ട് എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു ഇക്വേറ്റർ റീജിയനിലുള്ള എയർ മാസ് കറങ്ങി തിരിഞ്ഞ് സബ് ട്രോപ്പിക്കിലെത്തിയെന്ന്. അതേപോലെ സബ്പോളാർ റീജിയനിലുള്ള എയർ മാസും അവിടെ നിന്ന് മാറിപ്പോവാനുള്ള കാരണം എന്താണ്? എർത്തിൻ്റെ റൊട്ടേഷനാണ്. അപ്പോൾ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ടാവാനുള്ള റീസണും എർത്തിൻ്റെ റൊട്ടേഷനാണ്. സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ടാവാനുള്ള കാരണവും എന്ത് തന്നെയാണ്? എർത്തിൻ്റെ റൊട്ടേഷനാണ്. പക്ഷേ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ടെമ്പറേച്ചറാണ്. ഓക്കെ, ടെമ്പറേച്ചർ കൂടിപ്പോയത് കൊണ്ടാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അതായത് നോർത്ത് പോൾ 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തും. ഈ രണ്ട് സ്ഥലത്തും കോൾഡ് ആൻഡ് ഡെൻസ് എയർ മാസ് റിമൈൻസ് ദെയർ. എങ്ങോട്ടും പോവാതെ അവിടെ തന്നെ എന്തുണ്ടാവും? എയർ മാസ് ഉണ്ടാവും. അപ്പോൾ എയർ പ്രഷറും അവിടെ കൂടുതൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ തണുത്ത കോൾഡായിട്ടുള്ള വിൻഡ് അവിടെ കാണുന്നു. അതിന് കാരണം എന്താണെന്നറിയോ? ലാക്ക് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഏറ്റവും കുറച്ചുള്ള സ്ഥലമാണ് പോളാർ റീജിയൻ. ഇക്വേറ്ററിൽ ടെമ്പറേച്ചർ കൂടുതലായിരുന്നു, അപ്പോൾ ലോ പ്രഷറായി. പോളാർ റീജിയനിൽ ടെമ്പറേച്ചർ കുറവാണ്, അപ്പോൾ അവിടെ ഹൈ പ്രഷർ ഉണ്ടായി. അപ്പോൾ ഏതൊക്കെയായി ഇപ്പോൾ? 1 ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, 2 സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, 2 സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, 2 പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഇനി നമ്മൾ ഇപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, പ്രഷർ എല്ലായിടത്തും ഒരുപോലെയല്ല. പ്രഷർ ഒരുപോലെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് ഐസോബാസ് വരയ്ക്കും. ഇതൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലേ? ഇനി ഗ്ലോബൽ വിൻസ് അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻസ് എന്ന് പറയുന്നത് ഈ പ്രഷർ ബെൽറ്റ്, ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളുടെ ഇടയിലുള്ള വിൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാനറ്ററി വിൻസ് ഓർ ഗ്ലോബൽ വിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു വിൻഡ് എന്ന് പറയുന്നത് എയർ മൂവ്മെൻ്റ് ആണ്. അത് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ ആണ്. ദാറ്റ് ഈസ് ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ ആണെന്ന് നമ്മൾ പഠിച്ചു. അതിന് ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വിൻഡിൻ്റെ പവർഫുൾ, അത് സ്ട്രെങ്ത്, അത് എന്തിനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് കോറിയോലിസ് ഫോഴ്സ്, അതേപോലെ തന്നെ ഫ്രിക്ഷൻ, ഓക്കെ, പിന്നെ പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ്. 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? കോറിയോലിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ, പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ്. ഇത് 3ആണ് വിൻഡിൻ്റെ സ്പീഡും അതിൻ്റെ ഡയറക്ഷനും കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ്. സ്പീഡിനെയും ഡയറക്ഷനെയും കൺട്രോൾ ചെയ്യുന്നത് ആരൊക്കെയാണ്? കോറിയോലിസ് ഫോഴ്സ് ഉണ്ട്, പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്. ഈ കോറിയോലിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ എർത്തിൻ്റെ റൊട്ടേഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടുണ്ടാവുന്ന ഒരു ഫോഴ്സാണ് കോറിയോലിസ് ഫോഴ്സ്. ആൻഡ് ഫ്രീലി മൂവിങ് ബോഡീസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ടു ദ റൈറ്റ് in the northern hemisphere and to the left in the southern hemisphere. This is because of the force generated as a result of Earth's rotation. എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം ഉണ്ടാവുന്ന ഒരു ഫോഴ്സ്. ആ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യും? ഏതെങ്കിലും ഒരു ഫ്രീ മൂവിങ് ബോഡി സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ റൈറ്റിലേക്കും, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരികയാണെങ്കിൽ ലെഫ്റ്റിലേക്കും റിഫ്ലക്റ്റ് ചെയ്യണം. ഓക്കെ, ഈ ഡിഫ്ലക്ഷനുള്ള റീസൺ എന്താണ്? എർത്തിൻ്റെ റൊട്ടേഷൻ. ഇതിനെയാണ്, ഈ ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുക? കോറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതലുള്ളത് ഇക്വറ്റോറിയൽ റീജിയനിലും ഏറ്റവും കുറവുള്ളത് പോളാർ റീജിയനിലും. അതായത് ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകും തോറും കോറിയോലിസ് ഫോഴ്സ് കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തെ ഫാക്ടറാണ് ഫ്രിക്ഷൻ. ഈ ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം സ്മൂത്ത് സർഫേസും റഫ് സർഫേസും ഉണ്ടല്ലേ. ഫ്രിക്ഷൻ കുറവ്, ഇപ്പോൾ നമുക്കറിയാം ഓഷൻ്റെ സ്ഥലത്ത് എങ്ങനെയായിരിക്കും? സ്മൂത്ത് ബോഡിയാണ്. അപ്പോൾ അവിടെ
ഫ്രിക്ഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ സ്പീഡ് കൂടുതലായിരിക്കും. ഫ്രിക്ഷൻ കുറയുമ്പോൾ വിൻഡിൻ്റെ സ്പീഡ് കൂടും. നേരെ മറിച്ച് നിറയെ ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എന്താ പറയുക, ട്രീസോ ബിൽഡിങ്സോ അങ്ങനെ മൗണ്ടൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് കൂടുതലായിരിക്കും, ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ഫ്രിക്ഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, വിൻഡിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ ഫ്രിക്ഷൻ എങ്ങനെയാണ്, ഫ്രിക്ഷൻ ഇൻക്രീസസ്, സ്പീഡ് ഡിക്രീസസ്. അപ്പോൾ ഫ്രിക്ഷൻ ഇൻക്രീസ് ആയാൽ സ്പീഡ് കുറയും, ഫ്രിക്ഷൻ ഡിക്രീസ് ആയാൽ സ്പീഡ് കൂടും. അതാണ് ഫ്രിക്ഷൻ്റെ റോള്. ഇനി മൂന്നാമത്തേതാണ് പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ്. പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സിനെ എങ്ങനെയാണ് വിൻഡിൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് നോക്കാം. ഈ പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് വാട്ട് പ്രഷർ ഗ്രേഡിയൻറ്റ്. അപ്പോൾ പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ് ഓപ്പറേറ്റ് ഫ്രം ദ ലോ പ്രഷർ ഏരിയ ടു എ ഹൈ പ്രഷർ ഏരിയ ആൻഡ് കോസസ് വിൻഡ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ മൂന്ന് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ്, ഫ്രിക്ഷൻ ആൻഡ് വൺ മോർ ഫാക്ടർ ഇസ് ദർ. വാട്ട് ഇസ് ദറ്റ് ഫാക്ടർ, കോറിയോലിസ് ഫോഴ്സ്. അങ്ങനെ ഈ മൂന്ന് ഫാക്ടേഴ്സ് കാരണമാണ് വിൻഡിൻ്റെ ഡയറക്ഷനും സ്പീഡും ചേഞ്ച് ആവുന്നത്. ഇനി ഈ നമുക്കിനി അടുത്ത് നോക്കേണ്ടത് വിൻഡ്, പെർമനൻ്റ് ഓർ പ്ലാനറ്ററി വിൻഡ്. ഓക്കെ, സോ ദ വിൻഡ് വിച്ച് ബ്ലോസ് പെർമനൻ്റ്ലി or throughout the year they are in a particular direction, never change the direction according to the season. സീസൺ മാറുന്നതിനനുസരിച്ച് ഡയറക്ഷൻ മാറ്റാതെ ത്രൂ ഔട്ട് ദ ഇയർ, വർഷം മുഴുവൻ ഒരേ ഡയറക്ഷനിൽ വീശുന്ന കാറ്റുകളെയാണ് എന്തെന്ന് പറയുക, പ്ലാനറ്ററി വിൻഡ് അല്ലെങ്കിൽ പെർമനൻ്റ് വിൻഡ് എന്ന് പറയുന്നത്. ഈ പെർമനൻ്റ് വിൻഡ് കാണുന്നത് എവിടെയാണെന്ന് അറിയോ, നമ്മൾ പഠിച്ചില്ലേ, ഇക്വറ്റോറിയൽ ലോ, സബ്ട്രോപ്പിക്കൽ ഹൈ, സബ്പോളാർ ലോ, പോളാർ ഹൈ, ഈ പ്രഷർ ബെൽറ്റുകളുടെ ഇടയിലാണ് കാണുന്നത്. ഓക്കെ, ഇനി ഒന്നാമത്തേതാണ് നമുക്ക് ട്രേഡ് വിൻഡ്. നമുക്കറിയാം 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, 5 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദിസ് ലാറ്റിറ്റ്യൂഡ് ഇസ് ഹാവിങ് വാട്ട്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ടെന്ന് അറിയാം. അപ്പം പ്രഷർ ലോ ആണെങ്കിൽ വിൻഡ് എപ്പോഴും എവിടെ നിന്ന് എവിടേക്കാണ് വരിക, ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷറാണ്. ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെ രണ്ട് സൈഡിലും 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 degree south of the equator we have the second pressure belt, subtropical high pressure belt. So the air mass from the subtropical high pressure belt moves towards the equatorial low pressure belt. These are called what, trade winds. അപ്പോൾ trade wind എന്താണ്, the wind which move from subtropical high pressure belt to equatorial low pressure belt is called trade wind. And northern hemisphere they are in northeast direction and southern hemisphere they follow southeast direction. Okay, and this northeast trade wind and southeast trade wind converge at the zone, that is what, intertropical convergence zone. സമ്മർ സീസൺ ആകുമ്പോൾ ഇത് 5 ഡിഗ്രി നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, വിൻ്റർ സീസൺ ആകുമ്പോൾ അത് 5 ഡിഗ്രി സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ, ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ദിസ് ഷിഫ്റ്റിംഗ് ഓഫ് പ്രഷർ ബെൽറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വാട്ട് ഈസ് ട്രേഡ് വിൻഡ് എന്ന് ചോദിച്ചാൽ എന്തെഴുതും, ദ വിൻഡ് വിച്ച് മൂവ് ഫ്രം സബ്ട്രോപ്പിക്കൽ ഹൈ ടു ഇക്വറ്റോറിയൽ ലോ. ടു ട്രേഡ് വിൻഡ്സ് ആർ ദെയർ, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. പിന്നെ അവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇൻ്റർട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്ലാനറ്ററി വിൻഡ് അല്ലെങ്കിൽ ഗ്ലോബൽ വിൻഡാണ് വെസ്റ്റർലീസ്. ഓക്കെ, വെസ്റ്റർലീസിൻ്റെ പ്രത്യേകത, അതായത് നമുക്കറിയാം സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് 30 ഡിഗ്രിയിലുണ്ട്. അത് കഴിഞ്ഞാൽ നോർത്ത് ഓഫ് ദാറ്റ് 30 ഡിഗ്രി എന്താണ്, 60 ഡിഗ്രി നോർത്ത്, അവിടെയാണ് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉള്ളത്. നോർത്തേൺ ഹെമിസ്ഫിയറിലും ഒരു സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്, സദേൺ ഹെമിസ്ഫിയറിലും ഒരു സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്. അപ്പോൾ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് നിന്ന് ഇക്വേറ്ററിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ അത് ട്രേഡ് വിൻഡ് ആവും, സബ്പോളാർ റീജിയനിലേക്ക് പോകുമ്പോൾ അത് വെസ്റ്റർലീസ് ആവും. അതായത് ദ വിൻഡ് വിച്ച് മൂവ് ഫ്രം സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഈസ് കോൾഡ് വെസ്റ്റർലീസ്. ഈ വെസ്റ്റർലീസിൻ്റെ പ്രത്യേകത, ദേ ഓൾവേസ് ഫോളോ വെസ്റ്റർലി ഡയറക്ഷൻ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, വെസ്റ്റർലീസ്. ഓക്കെ, ഇനി വേറൊരു പ്രത്യേകത, നോർത്തിൽ ഈ വിൻഡ് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലും സൗത്തിൽ ഈ വിൻഡ് എന്ത് ഡയറക്ഷനിലുമാണ്, നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ആണ്. നോർത്തിൽ സൗത്ത് വെസ്റ്റും സൗത്തിൽ നോർത്ത് വെസ്റ്റും. ഓക്കെ, ഇനി വേറൊരു പ്രത്യേകത, നോർത്തിൽ നമ്മൾ സാധാരണ വെസ്റ്റർലീസിനെ പറയുള്ളൂ, പക്ഷേ സൗത്തിലെത്തുമ്പോൾ ആബ്സെൻസ് ഓഫ് കോണ്ടിനെൻസ് ആൻഡ് presence of vast oceans help what
സ്ട്രെങ്തനിങ് ഓഫ് ദിസ് വെസ്റ്റർലീസ്. ഓക്കെ, ഭയങ്കര ഫോഴ്സ്ഫുള്ളാണ്, വിൻഡിന് ഭയങ്കര പവറാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? എല്ലാ മിക്കവാറും വലിയ കോണ്ടിനെൻറ്റ്സ് ഒക്കെ, ഏഷ്യ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഇതൊക്കെ എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ലാൻഡ് ഏരിയ കൂടുതലുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറിലും വാട്ടർ ബോഡീസ് കൂടുതലുള്ളത് സദേൺ ഹെമിസ്ഫിയറിലുമാണ്. അപ്പോൾ സൗത്തിലുള്ള, അതായത് വാട്ടർ ബോഡീസ് നിറയെ ഉള്ളത് കൊണ്ട് അവിടെ ഒബ്സ്റ്റാക്കിൾസ് ഒന്നും ഉണ്ടാവില്ല, ഫ്രിക്ഷൻ കുറവായിരിക്കും. ഫ്രിക്ഷൻ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടില്ലേ? അപ്പോൾ അതുകൊണ്ട് വെസ്റ്റർലീസ് ആർ സോ സിവിയർ, വെരി പവർഫുൾ ഇൻ സദേൺ ഹെമിസ്ഫിയർ. വൈ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? പ്രസൻസ് ഓഫ് വാസ്റ്റ് എക്സ്പാൻഷൻ ഓഫ് ഓഷൻസ്, അതാണ്. അപ്പോൾ അവിടെ ലെസ് ഫ്രിക്ഷൻ, മോർ സ്പീഡ്, അങ്ങനെ നല്ല സ്പീഡിലായിരിക്കും വെസ്റ്റർലീസ് പോവുക. അതുകൊണ്ടാണ് മറൈനേഴ്സ് അതിന് റോറിങ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s എന്നൊക്കെയുള്ള പേരുകൾ കൊടുത്തിരിക്കുന്നത്. കാരണം ഈ പവർഫുൾ വിൻഡ് ആവുമ്പോൾ ദി പ്രൊഡ്യൂസ് സൗണ്ട്സ് വെൻ ഇറ്റ് ബ്ലോ. അങ്ങനെ വീശുന്ന സമയത്ത് പലതരം ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ സൗണ്ടിനനുസരിച്ചിട്ടാണ് അതിനെ റോറിങ് സൗണ്ട് ആകുമ്പോൾ റോറിങ് 40s, പിന്നെ ഫ്യൂരിയസ് 50s അല്ലെങ്കിൽ ഹൗളിങ് 50s, പിന്നെ ഷ്രീക്കിംഗ് 60s എന്നൊക്കെ പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പെർമനൻറ്റ് വിൻഡാണ് പോളാർ ഈസ്റ്റർലീസ്. അപ്പോൾ 5 ഡിഗ്രി കഴിഞ്ഞു, 30 ഡിഗ്രി കഴിഞ്ഞു, 60 ഡിഗ്രി കഴിഞ്ഞു, ഇനി അടുത്തതാണ് 90 ഡിഗ്രി. 90 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ വി ക്യാൻ സീ വാട്ട്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. So the air mass from the polar high pressure belt moves towards the subpolar low pressure belt. This is called easterlies or polar easterly because they always follow eastward direction. മനസ്സിലായോ? അപ്പോൾ എന്തിനാണ് പോളാർ ഈസ്റ്റർലീസ് എന്ന് പറയുന്നത്? The movement of air mass from polar high pressure area to subpolar low pressure area is called polar easterlies. അങ്ങനെ 3 തരം പ്ലാനറ്ററി വിൻഡ്സ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ട്രേഡ് വിൻഡ്, വെസ്റ്റർലീസ്, ഈസ്റ്റർലീസ്. ഇത് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സീസണൽ വിൻഡ്സ് ആണ്. സീസണൽ വിൻഡിൻ്റെ പ്രത്യേകത, സീസൺ ചേഞ്ചസ് ദ ഡയറക്ഷൻ ഓഫ് ദ വിൻഡ് ആൾസോ ചേഞ്ചസ്. ഓക്കെ, നിറം മാറിക്കൊണ്ടിരിക്കും, സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള വിൻഡുകൾ, അതായത് ഇപ്പോൾ സമ്മർ സീസണിൽ ഒരു ഡയറക്ഷൻ ആണെങ്കിൽ വിൻ്റർ സീസണിൽ വേറൊരു ഡയറക്ഷൻ ആയിരിക്കും. രാവിലെ ഒരു ഡയറക്ഷൻ ആണെങ്കിൽ ഈവനിങ് വേറൊരു ഡയറക്ഷൻ ആയിരിക്കും. മൗണ്ടൻ്റെ ടോപ്പ്, മൗണ്ടനിൽ നിന്ന് വാലിയിലേക്ക് വരുമ്പോൾ ഒരു ഡയറക്ഷൻ, വാലിയിൽ നിന്ന് മൗണ്ടനിലേക്ക് പോകുന്നത്. അപ്പോൾ ഡേ ടൈമിലുള്ള ഡയറക്ഷൻ അല്ല നൈറ്റ് ടൈമിലുണ്ടാവുക. ഇങ്ങനെയുള്ള വേരിയേഷൻസ് ഉള്ള വിൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീസണൽ വിൻഡ് എന്ന് പറയുന്നത്. ബിക്കോസ് ദേ ചേഞ്ച് ദയർ ഡയറക്ഷൻ അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഇൻ സീസൺസ്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൺസൂൺ വിൻഡ്സ്. സീസണൽ വിൻഡിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് മൺസൂൺ വിൻഡ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.